മക്കളെ. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ഒരു ചാപ്റ്ററാണ് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും വിസർജനവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ സ്വന്തം കിഡ്നി അല്ലെങ്കിൽ വൃക്ക. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്ന നമ്മുടെ കിഡ്നിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, കംപ്ലീറ്റ് എൻ്റെ കുട്ടിക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും മനസ്സിലാകും. ഏറ്റവും സിമ്പിളാക്കി മിസ് പറഞ്ഞുതരാം. അതേപോലെ നിങ്ങൾക്ക് ചിലപ്പം വേണ്ട ഒരു ടോപ്പിക്കായിരിക്കും യൂറിൻ ഫോർമേഷൻ, അല്ലെ, എങ്ങനെയാണ് നമ്മുടെ മൂത്രം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞ് സിംപ്ലിഫൈഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളൊരു 50 കമൻറ്റ്സ്, അതായത് മിസ് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു കമൻറ്റ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നിങ്ങളുടെ ഒരു 50 കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഡീൽ, നമ്മളിതേ ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പം നമ്മളുടെ കിഡ്നി അല്ലേ, നമുക്ക് എവിടെയാണ് ഉള്ളത്? നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലേ, നമ്മുടെ ഉദരാശയത്തിൽ പയറുവിത്തിൻ്റെ ആകൃതിയിലാണ് ആരുള്ളത്? നമ്മുടെ കിഡ്നി ഉള്ളത്. അപ്പം നമ്മുടെ കിഡ്നിക്ക് നമുക്കറിയാം 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് മക്കളെ 2 ഭാഗങ്ങൾ? ഒരു ഡാർക്ക് കളറായിട്ടുള്ള, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള കോർട്ടെക്സ്. ഇത് ലൈറ്റ് കളറാണല്ലേ, ഒരു നിറം കുറവാണ്. ആൻഡ് ഡാർക്ക് കളറായിട്ടുള്ള മെഡുല്ല, ഇതെന്താണ്? ഡാർക്ക് കളറാണ്. അങ്ങനെ 2 ഭാഗങ്ങളാണ് നമ്മുടെ കിഡ്നിക്കുള്ളത്. ഇത് മാത്രമാണോ നമ്മുടെ കിഡ്നി? അല്ല അല്ലേ. ഇവിടെ ആയിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ഫണൽ ഷേപ്പിലുള്ളൊരു ഭാഗമുണ്ട് നമ്മുടെ കിഡ്നിയുടെ. ഇങ്ങനെ എല്ലാ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും കൂടി പുറത്തേക്ക് വരുന്നത്, അതുപോലെ നമ്മുടെ യൂറീറ്റർ അല്ലെ മൂത്രവാഹിയൊക്കെ തുടങ്ങുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പെൽവിസ് എന്ന് പറയാം. ഇത്രയും ഭാഗങ്ങൾ അതിനെ മക്കൾ അറിഞ്ഞെങ്കിലാണ് നിങ്ങൾക്ക് ബാക്കി ക്ലിയർ ആവും. ഓക്കെ, ഇനി മിസ് ഒരു കിഡ്നീനതേ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. മിസ്സിന് അറിയാം മിസ്സിൻ്റെ കിഡ്നി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സിൻ്റെ കിഡ്നി എന്ന് പറഞ്ഞാൽ മിസ്സിൻ്റെ പിക്ചർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടേക്കാണ് നമ്മളുടെ അയോട്ട അല്ലെങ്കിൽ മഹാധമനി ഇങ്ങനെ വരികയാണ്. ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ കിഡ്നീൻ്റെ ഉള്ളിലേക്ക്, കിഡ്നീൻ്റെ ഉള്ളിലേക്ക് വരാനൊരു മടി. ഓക്കെ, ഇത് നമ്മുടെ കിഡ്നീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. ഇങ്ങനെ 2 ശാഖകളായിട്ട് നമ്മുടെ കിഡ്നീൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീനൽ ആർട്ടറി അല്ലെങ്കിൽ എന്ത് പറയും? വൃക്കാധമനി എന്ന് പറയും. അപ്പോൾ റീനൽ ആർട്ടറി മാത്രമാണോ? ഇത് ഇങ്ങോട്ടേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഇനി ഇവിടെ നിന്ന് ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ, അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് നമ്മളുടെ റീനൽ വെയിൻ. ഇവിടെ നിന്ന് പുറത്ത് പോവാണ്. ഇവിടെയോ എൻ്റെ ഒരാളുണ്ട്, ഇതിങ്ങനെ പുറത്തേക്ക് പോവാണ്. ഓക്കെ, ഇത് താഴേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റീനൽ വെയിൻ, വൃക്കാസിര. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന ആളും ഉണ്ട്, പുറത്തേക്ക് പോകുന്ന ആളും ഉണ്ട്. റെഡി? അപ്പോൾ വൃക്കാസിരയുണ്ട്, വൃക്കാധമനിയുണ്ട്, റീനൽ വെയിൻ, റീനൽ ആർട്ടറി. അത് മാത്രമല്ല ഇവിടെ നമുക്ക് വേറൊരാൾ കൂടി ഉണ്ടല്ലോ. ആരാണത്? നമ്മുടെ കിഡ്നിയുടെ ഈ പെൽവിസിൽ നിന്ന് തുടങ്ങുന്ന ഒരാളാണ് ആര്? നമ്മുടെ യൂറീറ്റർ അല്ലേ. മിസ് യൂറീറ്ററിനെ വേറെ കളറിൽ കാണിക്കാം കേട്ടോ. നമ്മുടെ ഈ പെൽവിസിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യൂറീറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? മൂത്രവാഹി. അപ്പം നമുക്കൊരു പെയർ കിഡ്നി ഉണ്ടല്ലോ, ഒരു പെയർ കിഡ്നി. ആ ഒരു കിഡ്നിയിൽ നിന്ന് നമുക്ക് തുടങ്ങുന്ന നമ്മുടെ യൂറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹി. അപ്പോൾ യൂറിനൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ യൂറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിയാണല്ലേ. എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം. എന്നിട്ട് ഇത് അവസാനം എന്ത് ചെയ്യും? നമ്മുടെ യൂറീത്ര അല്ലേ, മൂത്രനാളിയിലൂടെ പുറത്തേക്ക് പോകും. അപ്പം നമുക്ക് മിസ് ഇത് കളർ ചെയ്തിട്ടെ. നിങ്ങൾക്ക് മിസ് കളർ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണെന്ന് മിസ്സിനെ കേട്ടു. മിസ് അറിഞ്ഞു നിങ്ങൾക്ക് മിസ്സിൻ്റെ കളറിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിസ് ഇതേ നമ്മുടെ കിഡ്നീനെ കളർ ചെയ്തു. ഇനി ആരെ കളർ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മുടെ യൂറീറ്ററിനെ കളർ ചെയ്യാം. ഇതാണ് നമ്മളുടെ യൂറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹി. പിന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡറിനെ കളർ ചെയ്യാം, യൂറിനറി ബ്ലാഡർ. ഏറ്റവും ലാസ്റ്റാണ് നമ്മളുടെ യൂറീത്ര. ഓക്കെ, അപ്പോൾ അതാ കിഡ്നി, പിന്നെ നമ്മളുടെ യൂറീറ്റർ, മൂത്രവാഹി, പിന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ, മൂത്രാശയം, പിന്നെ നമ്മുടെ മൂത്രനാളി, ദാറ്റ് ഇസ് യൂറീത്ര, മൂത്രനാളി. ഇത്രയാണ് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ.
ഓക്കെ, അതിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കിഡ്നീനെ ഇങ്ങനെ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ആ 2 ഭാഗങ്ങളിൽ പുറമേ ഉള്ളത് കോർട്ടെക്സും ഉള്ളിലുള്ളത് മെഡുല്ലയും. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ പെൽവിസ് എന്ന് പറയാം. ഇത്രയുമാണ് നമ്മളുടെ കിഡ്നിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം നമ്മുടെ കിഡ്നിയിൽ ഇവിടെ നമുക്ക് കുറേ ഫിൽറ്ററിങ് യൂണിറ്റ്സ് ഉണ്ടല്ലേ. എത്രയാണ്? 12 ലക്ഷം ഫിൽറ്ററിങ് യൂണിറ്റ്സ് ആണ് എവിടെയുള്ളത്? നമ്മുടെ കിഡ്നിയിലുള്ളത്. അപ്പോൾ ഈ 12 ലക്ഷം ഫിൽറ്ററിങ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് നമ്മളുടെ യൂറിൻ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഓരോ ഫിൽറ്ററിങ് യൂണിറ്റിന് ഒരു പേരുണ്ട് അല്ലേ. എന്താണ് പേര്? നമ്മുടെ ഓരോ ഫിൽറ്ററിങ് യൂണിറ്റിൻ്റെയും പേരാണ് നെഫ്രോൺ. അപ്പോൾ ഈ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. എക്സാമിന് ചോദിക്കുന്നതാണ് നെഫ്രോൺ. അപ്പോൾ നെഫ്രോണിനാണ് മിസ്സിനെയും വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നെഫ്രോണിന് ആദ്യം തന്നെ ഇങ്ങനെ കപ്പ് പോലെ ഒരു ഇരട്ട സ്ഥലമുള്ള ഒരു കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ കപ്പ് പോലത്തെ ഉള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് എന്താണ്? ഒരു കപ്പാണ്. ആ കപ്പിൻ്റെ പേരാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. എന്താ പേര്? ബോമാൻസ് ക്യാപ്സ്യൂൾ. റെഡി? ഓക്കെ, ഈ കപ്പിൽ നിന്ന് പിന്നെ ഒരു കുഞ്ഞു ട്യൂബാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ട്യൂബാണ്. ദേ ആദ്യം പാമ്പ് പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ട്യൂബ്. ഇത് പിന്നെ മെഡുല്ലയിലേക്ക് ഇങ്ങനെ താഴ്ന്നു ഈ ട്യൂബ്. പിന്നെ ഇങ്ങനെ പൊന്തി വീണ്ടും പാമ്പിനെ പോലെ ഇങ്ങനെ ചുരുണ്ടു ഈ ട്യൂബ്. പിന്നെ വീണ്ടും മെഡുല്ലയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പൊന്തി പോകുന്ന ഒരു ട്യൂബാണ്. അയ്യോ, ഇതിൻ്റെ കളർ നമുക്ക് വേറെ ആക്കാം അല്ലേ. ഇത് വേറെ പേരാണ്, അതുകൊണ്ട് അതിന് മിസ് വേറെ കളർ കൊടുക്കുകയാണേ. എന്നാലല്ലേ എൻ്റെ മക്കൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. യെസ്, അപ്പോൾ ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇങ്ങനെ പാമ്പ് പോലെ ചുരുണ്ട ഈ ട്യൂബിനെയാണ് നമ്മൾ പറയുക റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനളിക. ഓക്കെ, റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനളിക എന്നാണ് പറയുക. ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ പേര് അത് തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ ദേ ഈ ഒരു സാധനം, ഇതിനെയാണ് നമ്മൾ പറയുക കളക്ടിങ് ഡക്ട്. അതായത് ഇത് പല സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. യൂറിനെ പല സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കളക്ടിങ് ഡക്ട് എന്ന് വിളിക്കും. കളക്ടിങ് ഡക്ട് അല്ലെങ്കിൽ ശേഖരണ നാളി എന്ന് വിളിക്കും. പല സ്ഥലത്തു നിന്ന് യൂറിൻ കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ശേഖരണ നാളി അല്ലെങ്കിൽ കളക്ടിങ് ഡക്ട്. ഓക്കെ, ഇനി എന്താണ് ഇവരൊക്കെ ചെയ്യണേ അല്ലേ? അപ്പോൾ നമ്മളുടെ റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി നമ്മുടെ കിഡ്നീൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലേ മക്കളെ? ആ റീനൽ ആർട്ടറി പിന്നീട് കുഞ്ഞു ബ്ലഡ് വെസൽസ് ആയിട്ട് മാറും. എന്നിട്ട് മിസ് പറഞ്ഞു 12 ലക്ഷത്തോളം നെഫ്രോൺ ആണ് ഓരോ കിഡ്നിയിലുള്ളത്. അപ്പോൾ ഒരു റീനൽ ആർട്ടറിയാണ് ഉള്ളിൽ കയറിയത്. അത് കുറേ കുഞ്ഞു ബ്ലഡ് വെസൽസ് ആയിട്ട് ഓരോ നെഫ്രോണിൽ 12 ലക്ഷം നെഫ്രോണിൻ്റെ ഉള്ളിലേക്കും വരും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ റീനൽ ആർട്ടറി അല്ലെ വൃക്കാധമനിയുടെ ശാഖേനെയാണ് നമ്മൾ പറയുക എഫറൻറ്റ് വെസൽ. ഈ എഫറൻറ്റ് വെസൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്താവും? കുഞ്ഞു കാപ്പിലറി നെറ്റ്വർക്ക് ആവും. കുഞ്ഞു ലോമിക ജാലമായിട്ട് മാറും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുക ഗ്ലോമെറുലസ്. ഈ കാപ്പിലറി നെറ്റ്വർക്കിനെയാണ് നമ്മൾ പറയുക ഗ്ലോമെറുലസ് അല്ലെങ്കിൽ ലോമികാജാലം. ഓക്കെ, ഇത് പിന്നീട് പുറത്തു പോകും ഈ ബ്ലഡ് വെസൽ. പക്ഷേ അത് തിന്നായിട്ടുള്ള എന്താ പറയുക, വീതി കുറഞ്ഞ രക്തക്കുഴലായിട്ടാണ് പോവുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഫറൻറ്റ് വെസൽ. ഓക്കെ, നമ്മുടെ ബാച്ചിലുള്ള ഒരു മോള് പറഞ്ഞിട്ടുള്ളൊരു കോഡാണ്. എഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എറൈവ്, ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, ഇഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ബാച്ചിലുള്ളൊരു കുട്ടി പറഞ്ഞിട്ടുള്ള കോഡാണ് കേട്ടോ. സോ എഫറൻറ്റ് ഇങ്ങോട്ട് വരുന്നു, ഇഫറൻറ്റ് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ ഇഫറൻറ്റ് വെസൽ അങ്ങനെ ചുമ്മാതെ ഒന്നും പോവില്ല. ഈ ഇഫറൻറ്റ് വെസൽ എന്താക്കുന്ന അറിയാവോ? ഇങ്ങനെ ഇവിടെ ചുറ്റിക്കളിച്ച് ഇങ്ങനെ ആയിട്ട് നമ്മുടെ കിഡ്നിയിലൂടെ അവസാനം പുറത്തു പോകും. അങ്ങനെ കുറേ ഇഫറൻറ്റ് വെസലുകളെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് അവസാനം എന്തായിട്ട് മാറുന്നത്? നമ്മുടെ റീനൽ വെയിൻ ആയിട്ട് മാറും. അവസാനം ഇത് കിഡ്നിയുടെ പുറത്തേക്ക് പോകുമ്പം അത് വൃക്കാസിര അല്ലെങ്കിൽ റീനൽ വെയിൻ ആയിരിക്കും. യെസ്, അപ്പോൾ കാപ്പിലറി നെറ്റ്വർക്ക് നമ്മുടെ ഗ്ലോമെറുലസ്, പിന്നെ നമ്മുടെ കപ്പ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും കളക്ടിങ് ഡക്റ്റിനെയും ശേഖരണ നാളിനെയും ബന്ധിപ്പിക്കുന്നതാണ് റീനൽ ട്യൂബ്യൂൾ അല്ലെ വൃക്കാനാളിക. അവസാനം നമ്മുടെ കളക്ടിങ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് നെഫ്രോൺ.
ഓക്കെ, ഇതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഓരോന്ന് പറഞ്ഞു തരാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരാം. ഓക്കെ, സോ ഇതാ മിസ് പറഞ്ഞ ആ കോർട്ടെക്സ് ആൻഡ് ഇത് ഉള്ളിലുള്ള ഭാഗം മെഡുല്ല. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഭാഗമാണ് നമ്മുടെ പെൽവിസ്. ഈ പിരമിഡുകളുള്ള ഭാഗമാണ് മെഡുല്ല. പുറത്തുള്ള ഭാഗം കോർട്ടെക്സ്. ഉണ്ടോ? ഇത് കണ്ടോ, കുറേ റീനൽ ആർട്ടറീൻ്റെ കുഞ്ഞു കുഞ്ഞു എഫറൻറ്റ് വെസലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ മക്കളെ? ഓക്കെ, അപ്പം ഈ ഭാഗമാണ് ഈ പിരമിഡുകൾ കാണുന്നത് മെഡുല്ല, ഇത് കോർട്ടെക്സ്. ഈ ഭാഗമാണ് നമ്മുടെ പെൽവിസ്. കണ്ടോ, റീനൽ ആർട്ടറി കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച് ആവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി മിസ് വെച്ചതാണ്. ഇത് കണ്ടോ, റീനൽ ആർട്ടറി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് ഓരോ നെഫ്രോണിൻ്റെ ഓരോ പിരമിഡിലേക്കും പോവുകയാണ്. അതുപോലെ ഓരോ സ്ഥലത്ത് നിന്നും കുറേ ഇഫറൻറ്റ് വെസലുകൾ ജോയിൻ ചെയ്തിട്ട് അവസാനം റീനൽ വെയിനായിട്ടും പുറത്തേക്ക് പോവാണ്. ദെൻ കിഡ്നി, യുറീറ്റർ, പിന്നെ നമ്മുടെ റീനൽ ആർട്ടറി. ഇതാ ഈ ശാഖകളെയാണ് നമ്മൾ റീനൽ ആർട്ടറി എന്ന് പറയാം കേട്ടോ. ആൻഡ് നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്രാഞ്ച്, ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ബ്രാഞ്ചാണ് ദേ കണ്ടോ അവിടെ, അതാണ് റീനൽ വെയിൻ. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി, വൃക്കാധമനി. ഓക്കെ, ഇനി എൻ്റെ മക്കൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ദൈവം ഇവിടെ വെക്കുകയാണ്. ഇവിടെ 3 ഭാഗങ്ങൾ ABC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആണെന്നാണ് മിസ്സിന് വിചാരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ A. ഓക്കെ, ആ ഒരു സാധനം. ആൻഡ് ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ട്യൂബ്, ഈ ട്യൂബാണ് നമ്മളുടെ B. ദെൻ ലാസ്റ്റ് ഇതാണ് നമ്മളുടെ C. അപ്പോൾ ABC എന്താണെന്ന് എൻ്റെ മക്കൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. മോർ ദാൻ 50 കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിൻ ഫോർമേഷൻ ഇതുപോലെ ഒരു 10 മിനിറ്റിൽ എൻ്റെ മക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിസ് വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. ആൻഡ് ഇത് മനസ്സിലായി, നിങ്ങൾക്ക് ഈസി ആയെങ്കിൽ തീർച്ചയായിട്ടും അതും പറയാം. നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.